ഈ ദൈവത്തിന്റെ വചനത്തിന് ശബ്ദം കൊടുക്കുന്നത് ആരാണ്? പലരും നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് സാമ്പത്തിക പ്രതിസന്ധി. ദൈവം കരുതും. ഇത് അബ്രഹാം പറഞ്ഞ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപന വചനമാണ്. കണ്ണും ചെവിയുമുള്ള ജീവിക്കുന്ന ജീവനുള്ള ക്രിസ്തുവിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ജീവനുള്ള ക്രിസ്തു നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് വഴി ഒരുക്കിയേ പറ്റത്തുള്ളൂ. പലരുടെ ജീവിതത്തിലും ദൈവത്തിന്റെ മാലാഖമാർ കൈയും കെട്ടി വെറുതെ ഇരിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് ഏഞ്ചൽസ് പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന് ശബ്ദം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുക. തടസ്സങ്ങളുണ്ടെങ്കിൽ ഓർക്കുക, കർത്താവിന്റെ മാലാഖമാര് ടീം എനിമിയുടെ മാലാഖമാരുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റാൻ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പിന്മാറാൻ ശ്രമിക്കാതെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹൈസ്റ്റ്. നസ്രേന യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള വീരന്മാരെ കുറിച്ച് പറയാനാണ്. ദൈവത്തിൻ്റെ സൈന്യമായ മാലാഖ വൃന്ദങ്ങളെക്കുറിച്ച്. സങ്കീർത്തനം 103:20 ഈ മാലാഖമാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരാണ് മാലാഖമാർ എന്നാണ് സങ്കീർത്തനം 103:20 പറയുന്നത്. Angels hearken to the voices of the word of God. Angels hearken to the voices of the word of God. ദൈവത്തിന്റെ സൈന്യ സന്നാഹമാണ് മാലാഖമാര്. നമുക്കറിയാം, ഏത് സൈന്യമാണെങ്കിലും അവര് കേട്ടനുസരിക്കുന്നത് ആ സൈന്യത്തിന്റെ മേധാവി പറയുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ സൈന്യമായ മാലാഖമാരും. അവന്റെ വചനം കേൾക്കുമ്പോൾ ആ വചനപ്രകാരം ആ വചനത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നിവർത്തിയാക്കാൻ ബാധ്യസ്ഥരാണ്. അവരത് ചെയ്യുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ മാലാഖമാര് വലിയ ശക്തിയുള്ള വീരന്മാർ തന്നെയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ മാലാഖ അസീറിയൻ സൈന്യത്തിൽ നിന്നും കൊന്നൊടുക്കിയത് 1,86,000-ൽ പരം സൈനികരെയാണ്. ഇതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തങ്ങളെ പിടിക്കാൻ വരുന്ന ശത്രുക്കളുടെ സൈന്യത്തെ കണ്ട് പേടിക്കുന്ന ഏലീശയുടെ ഭൃത്യനോട് ഏലീശ ആ ഭൃത്യന്റെ കണ്ണ് തുറക്കാൻ വേണ്ടി ഏലീശ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ ഭൃത്യനെ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഏലീശ ആ ഭൃത്യനോട് പറയുന്നുണ്ട്, നമ്മുടെ കൂടെയുള്ളവർ അവരുടെ കൂടെ ഉള്ളവരെക്കാട്ടിൽ ഒരുപാടുള്ളവരാണ്. ദോസ് ഹു ആർ വിത്ത് us are greater than those who are with them. കണ്ണ് തുറന്ന് ഭൃത്യൻ കാണുന്നത് ആ ഒരു മല മുഴുവൻ അഗ്നിമയമുള്ള തേരുകളും കുതിരകളും അടങ്ങുന്ന വലിയ ദൈവത്തിന്റെ മാലാഖ വൃന്ദങ്ങളെ. ഇതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ യേശു പത്രോസിനോട് പറയുന്നുണ്ട്, ഞാനൊരു വാക്ക് പറഞ്ഞാൽ 12 ലെഗ്യോനെക്കാട്ടിൽ കൂടുതലധികം മാലാഖമാരെ എൻ്റെ രക്ഷയ്ക്കായിട്ട് എൻ്റെ പിതാവ് അപ്പം തന്നെ അയക്കത്തില്ലയോ എന്നുള്ളത്. യേശു പറയുന്നത് 12 ലെഗ്യോനെക്കാട്ടിൽ കൂടുതൽ മാലാഖമാരെ അയക്കത്തില്ലയോ എന്നുള്ളതാണ്. ഒരു ലെഗ്യോൻ അല്ലെങ്കിൽ 1 ലീജിയൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 6000-ഓളം വരുന്ന ഭടന്മാരാണ്. അന്നത്തെ റോമ പടയാളികളുടെ ഒരു കണക്കാണ്. ഇന്ന് നമ്മൾ ബറ്റാലിയൻ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു കണക്കാണത്. അപ്പോൾ 12 ലെഗ്യോൻ എന്ന് പറഞ്ഞാൽ 72,000 മാലാഖമാരാണ്. 72,000-ൽ പരം മാലാഖമാരെ അപ്പം തന്നെ വരുത്താൻ പിതാവിന് കഴിയും എന്നതാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഇതേ മാലാഖ വൃന്ദങ്ങൾ എനിക്ക് വേണ്ടി, എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തർക്കും വേണ്ടി ദൈവം നിയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് മാലാഖ വൃന്ദങ്ങൾ. പക്ഷേ ഈ മാലാഖമാർ വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവരെ ഇൻവോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതാണ്. സങ്കീർത്തനം 103:20 ഏഞ്ചൽസ് ഹാർക്കൺ ടു ദ വോയിസസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മാലാഖമാര് ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് അവര് ആജ്ഞ നിർവഹിക്കാൻ തയ്യാറാകുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം അവര് കേട്ടേ മതിയാവത്തുള്ളൂ. ഈ ദൈവത്തിന്റെ വചനത്തിന് ശബ്ദം കൊടുക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ വചനത്തിന് ശബ്ദം കൊടുക്കുന്നത് ഞാനും നിങ്ങളും പറയുന്ന വാക്കുകളിൽ കൂടിയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കൊടുക്കുന്നത് നമ്മൾ ഫെയ്ത്ത് ഡിക്ലറേഷൻസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നതിൽ കൂടിയാണ്. ഞാൻ മിക്ക മെസ്സേജുകളിൽ ഞാൻ പറയാറുണ്ട്, ദൈവത്തിന്റെ വചനം ഫെയ്ത്ത് ഡിക്ലറേഷൻസ് പറയുക എന്നുള്ളത്. ദൈവത്തിന്റെ സൈന്യം, ദൈവത്തിന്റെ മാലാഖ വൃന്ദങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് തൻ്റെ ഉടയവന്റെ ശബ്ദം കേട്ടേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഈ വചനത്തിലുള്ള ഒരുപാട് പ്രോമിസ് വചനങ്ങൾ, വാഗ്ദത്ത വചനങ്ങൾ നിങ്ങൾ പറയുക. ദൈവത്തിന്റെ വചനത്തിന് ശബ്ദം കൊടുക്കുന്ന ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരുപക്ഷെ ഒരു വഴിയും കാണുന്നില്ലായിരിക്കാം. നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങളെ അന്ധരാക്കിയിട്ടുണ്ടായി. പലരും നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് സാമ്പത്തിക പ്രതിസന്ധി. നാളെ എങ്ങനെ കഴിഞ്ഞു പോകും, നിങ്ങളുടെ ലോൺ എങ്ങനെ അടയ്ക്കും, നിങ്ങളുടെ മക്കളെ എങ്ങനെ കെട്ടിച്ചു വിടും, നിങ്ങളുടെ മക്കളുടെ ഫീസ് എങ്ങനെ അടയ്ക്കും, ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെയൊക്കെ മുമ്പിൽ നിന്ന് നിങ്ങൾ ദൈവത്തിന്റെ വചനം
വിശ്വാസ പ്രഖ്യാപനമായിട്ട് ചെയ്യുക. ദ ലോർഡ് പ്രൊവൈഡ്സ്, ദൈവം കരുതും. ഇത് അബ്രഹാം പറഞ്ഞ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപന വചനമാണ്. ഫെയ്ത്ത് ഡിക്ലറേഷൻസിൽ വലിയ മുൻതൂക്കമുള്ള ഒരു വചനമാണ്. ബലി കഴിക്കാൻ തൻ്റെ മകനുമായി പോകുന്ന അബ്രഹാം തൻ്റെ മകനോട് യഹോവ കരുതും എന്ന് പറഞ്ഞ ആ വിശ്വാസ പ്രഖ്യാപനം അത് നിവർത്തിയാക്കാൻ മോറിയ മലയിൽ ഒരു ആട് കുടുങ്ങിക്കിടന്നേ മതിയാകത്തുള്ളായിരുന്നു. വിശ്വസിക്കുക, യഹോവയിൽ വിശ്വസിച്ചുകൊണ്ട് അവനിൽ വിശ്വസിച്ച് പ്രത്യാശ വെച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നവർക്ക് അവരുടെ മുമ്പിൽ വഴികൾ തുറക്കാൻ യഹോവ അത്ഭുതം പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ. നിന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും സഹായിക്കാൻ ആരുമില്ലായിരിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ കൊളീഗ്സും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ നിങ്ങളെ ഒരുപക്ഷെ കൈവിട്ടവരായിരിക്കാം. എങ്കിലും യഹോവയിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, എൻ്റെ സഹായം യഹോവയെങ്കിൽ നിന്ന് വരുന്നു. മൈ ഹെൽപ്പ് കംസ് ഫ്രം ദ ലോർഡ്. നിങ്ങളെ സഹായിക്കാൻ യഹോവയ്ക്ക് ആളെ ഇറക്കിയേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് വിശ്വാസങ്ങളുടെ പൂർത്തി വരുത്താൻ സഹായിക്കുന്ന യഹോവയെങ്കിലാണ്. കണ്ണും ചെവിയുമുള്ള ജീവിക്കുന്ന ജീവനുള്ള ക്രിസ്തുവിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ജീവനുള്ള ക്രിസ്തു നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് വഴി ഒരുക്കിയേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ രോഗം മാറത്തില്ല എന്നായിരിക്കും. പക്ഷേ യേശു ക്രിസ്തു ക്രൂശിൽ നിങ്ങളുടെ രോഗവും പേര് മരിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് ഏകദേശം മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വരുമെന്നല്ല, വന്നിരിക്കുന്നു. ബൈ ദ വൂൺസ് ഓഫ് ജീസസ് യു വെയർ ഓൾറെഡി ഹീൽഡ്. നിങ്ങളുടെ രോഗത്തിൻ്റെ അവസ്ഥയോ സിവിയറിറ്റി ഒന്നും പ്രശ്നമല്ല. കീപ് സ്പീക്കിംഗ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. കീപ് സ്പീക്കിംഗ് ബൈ ദ വൂൺസ് ഓഫ് ജീസസ് ഐ എം ഓൾറെഡി ഹീൽഡ്. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്ലീസ് മൈ ഡിയർ പീപ്പിൾ, ഏഞ്ചൽസ് ഹാർക്കൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ വൻ സൈന്യ സന്നാഹം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ വായിൽ നിന്നും ദൈവത്തിൻ്റെ വചനം, ആ സൗണ്ട് കേട്ട്, ആ ശബ്ദം കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ, അവൻ്റെ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ മാലാഖമാർ വെയിറ്റ് ചെയ്യുകയാണ്. അവരെ നിരാശപ്പെടുത്തരുത്. പല ഭവനങ്ങളിലും പലരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ മാലാഖമാർ കൈയും കെട്ടി വെറുതെ ഇരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം പറയാൻ ആരുമില്ല. ആ ദൈവത്തിൻ്റെ വചനത്തിന് വോയിസ് കൊടുത്താലേ, സൗണ്ട് കൊടുത്താലേ അത് അവർക്ക് നിവർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. ഇത് മനസ്സിലാക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു എന്ന് വെച്ചത് കൊണ്ട് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വന്നില്ലായിരിക്കാം. പക്ഷേ പ്രത്യാശയോടുകൂടി കാത്തിരിക്കുക. ദാനിയേൽ 21 ദിവസം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഒരു മാലാഖ ദാനിയേലിനെ സന്ദർശിക്കുന്നത്. ആ മാലാഖ പറയുന്നത്, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ദൈവം അത് കേട്ടിരിക്കുന്നു. പക്ഷേ ആ മാലാഖയ്ക്ക് ദാനിയേലിൻ്റെ അടുത്ത് വരാൻ 21 ദിവസം എടുത്തു. വഴിമധ്യേ കിങ് ഓഫ് പേർഷ്യ എന്ന മറ്റേ സൈഡിലുള്ള മാലാഖ, അല്ലെങ്കിൽ ശത്രുവിൻ്റെ മാലാഖ, ഈ മാലാഖയെ തടയുകയും ആ മാലാഖയെ അവസാനം രക്ഷിക്കാൻ വേണ്ടി മീഖായേൽ എന്ന വലിയ ശക്തനായ മാലാഖ വന്ന് രക്ഷിക്കുകയും ഈ മാലാഖ അവസാനം ദാനിയേലിൻ്റെ അടുത്ത് വരികയുമാണ് ചെയ്യുന്നത്. ഈ മാലാഖ ദാനിയേലിനോട് പറയുന്നുണ്ട്, നിന്റെ വാക്ക് ഹേതുവായിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നു. ഏഞ്ചൽസ് ഹാർക്കൺ ടു ദ വോയിസസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് ഏഞ്ചൽസ് പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് ശബ്ദം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുക. നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്, അവൻ്റെ ശക്തിയെക്കുറിച്ച്, അവനിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെ വിശ്വാസ പ്രഖ്യാപനം നടത്തുക. 21 ദിവസം ദൈവത്തിൻ്റെ മാലാഖയുമായിട്ട് മല്ലടിക്കാൻ മറ്റേ സൈഡിലുള്ള മാലാഖയുണ്ടായിരുന്നു. പണ്ടൊരു മെസ്സേജിൽ ഞാൻ പറഞ്ഞതാണ്, കഷ്ടങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ദൈവമല്ല, ടീം എനിമി എന്ന് ഞാൻ പേരിട്ട് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ടീമിലുമുണ്ട് മാലാഖമാർ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഓർക്കുക, കർത്താവിൻ്റെ മാലാഖമാർ ടീം എനിമിയുടെ മാലാഖമാരുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റാൻ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പിന്മാറാൻ ശ്രമിക്കാതെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക. വാഗ്ദത്തം തന്നവൻ ഒരിക്കലും വാക്ക് മാറാത്തവനാണ്. പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു പേഷ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസങ്ങളുടെ പൂർത്തി വരുത്താൻ സന്നദ്ധനാണ്. അവനത് നടത്തുക തന്നെ ചെയ്യും. വിശ്വാസത്തോടുകൂടി കാത്തിരിക്കുക. ഇങ്ങനെയുള്ള ബിബ്ലിക്കൽ സീക്രറ്റ്സ് അറിയാൻ വേണ്ടി വായിക്കുക, വചനം വായിക്കുക. കം fall in love with this word of God and fall in love with Jesus.